ആശാവർക്കർമാരെ സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചു. നാളെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കാനിരിക്കെയാണ് NHM മിഷൻ ഡയറക്ടർ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. NHM സ്റ്റേറ്റ് മിഷൻ ഓഫീസിൽ ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിജീവന സമരം നടത്താനൊരുങ്ങുകയാണ് സ്കൂൾ പാചക തൊഴിലാളി യൂണിയനുകൾ. വിവരങ്ങളുമായി അനന്തു VS ചേരുകയാണ്. അനന്തു, ആശാവർക്കർമാരുടെ സമരം ഇന്നിപ്പോൾ 38ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലും നാളെ അനിശ്ചിതകാല നിരാഹാര സമരമൊക്കെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ സർക്കാർ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. എപ്പോഴായിരുന്നു കൂടിക്കാഴ്ച ആരംഭിച്ചത്? ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും പറഞ്ഞതുപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരം ഇന്ന് 38ാം ദിവസമാണ്. ഈ 38ാം ദിവസമാണ് സർക്കാർ ആശാപ്രവർത്തകരെ വീണ്ടും ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റേറ്റ് ഡയറക്ടർ വിനയ് ഗോയൽ IPS ആണ് ചർച്ചയ്ക്ക് വേണ്ടി ആശാപ്രവർത്തകരെ ക്ഷണിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിന് സമീപത്തുള്ള നാഷണൽ ഹെൽത്ത് മിഷന്റെ സ്റ്റേറ്റ് ഓഫീസിൽ ചർച്ച പുരോഗമിക്കുകയാണ്. നാളെ നിരാഹാര സമരം ആരംഭിക്കും, അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ആശാപ്രവർത്തകർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സർക്കാർ ഇപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം, നാഷണൽ ഹെൽത്ത് മിഷനുമായി ആശാപ്രവർത്തകർ ചർച്ച നടത്തുന്നതിൽ അവർക്ക് പ്രതീക്ഷയുണ്ട് എന്ന് ആശാപ്രവർത്തകർ നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. അതേസമയം നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സർക്കാരിനും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അല്ലാതെ നാഷണൽ ഹെൽത്ത് മിഷന് ഈ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇവർക്ക് സർക്കാരുമായുള്ള ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ മധ്യസ്ഥത വഹിക്കാനുള്ള റോൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിലോ വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിലോ ഉള്ള തീരുമാനമെടുക്കുന്നതിന് നാഷണൽ ഹെൽത്ത് മിഷന് അധികാരമില്ല. എന്നിരുന്നാൽ നേരത്തെ ഉണ്ടായ ചർച്ചയിലും ഇവർക്ക് അധികാരമില്ല എന്നായിരുന്നു ആശാപ്രവർത്തകരെ അറിയിച്ചിരുന്നത്. അത്തരത്തിൽ ആശാപ്രവർത്തകർ പറയുന്നു, ഉറപ്പുകൾ തന്നാൽ തന്നെയും ആ ഉറപ്പുകൾ ഉത്തരവായി ലഭിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറുകയുള്ളൂ. അതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരം തുടരുമെന്ന് ആശാപ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ചർച്ച ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ശുഭപ്രതീക്ഷയാണ് ആശാപ്രവർത്തകർക്കുള്ളത്. അത്തരത്തിൽ നല്ല ഒരു അനുകൂലമായ തീരുമാനം ഈ നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റേറ്റ് ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് ആശാപ്രവർത്തകർ കരുതുന്നത്. അനന്തു, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിജീവന സമരം നടത്താനൊരുങ്ങുകയാണ് സ്കൂൾ പാചക തൊഴിലാളി യൂണിയനുകളും. ഇപ്പോൾ അടിസ്ഥാന വർഗ്ഗ തൊഴിലാളികളായ പാചക തൊഴിലാളികൾ കൂടി ഈ സമരത്തിലേക്ക് വരുമ്പോൾ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയില്ലേ? അതുപോലെ തന്നെ എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാചക തൊഴിലാളി യൂണിയനുകൾ ഇനി സമരത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും സൈമ, ഈ ആശാപ്രവർത്തകർക്ക് സമാനമായ ആവശ്യമാണ് പാചക തൊഴിലാളി യൂണിയനും ഉന്നയിക്കുന്നത്. അവർക്ക് ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ വേതനം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. ആ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിജീവന സമരം ആരംഭിക്കുമെന്ന് ഇന്ന് കേരള സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ ATUC പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൃത്യമായ ശമ്പളം ലഭിക്കുന്നില്ല. കഴിഞ്ഞ 3 മാസത്തെ ശമ്പളം സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചു. അവർക്ക് നൽകുന്ന 1000 രൂപയിൽ 600 രൂപ കേന്ദ്ര സർക്കാർ വിഹിതമാണ്, 400 രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ്. അത്തരത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അട്ടിമറിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും അതിജീവന സമരം ആരംഭിക്കുമെന്നാണ് പാചക തൊഴിലാളികളും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്.